പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നാം ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ പൂങ്കാവിലാണ്. പൂങ്കാവ് അസംഷൻ ചർച്ച് എന്ന് പറയുന്നത് കേരളത്തിലെ പീഡാനുഭവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രത്യേകത പെസഹ വ്യാഴാഴ്ച ആയിരക്കണക്കിന് മനുഷ്യർ ദീപക്കാഴ്ചയുമായി നേരം വെളുക്കുന്നത് വരെ ഇരുന്ന് വിളക്കിട്ട് പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന ഒരു ഇടവകയാണ്. കൂടാതെ പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ കുരിശിൻ്റെ വഴി ഇവിടെ നടത്തുന്നു. ധാരാളം പേര് തീർത്ഥാടകർ ഇവിടെ എത്താറുണ്ട്. ഇന്ന് ഈ ഇടവകയുടെ ഒരു പ്രത്യേകത, പല കാര്യങ്ങൾ കൊണ്ടും പ്രാധാന്യമുള്ളൊരു ഇടവകയാണിത്. ഏകദേശം ഒരു 65-70 വർഷത്തോളമായി ഈ രൂപം ഇവിടെ ഒരു അത്ഭുത തിരുസ്വരൂപമുണ്ട്. ആ രൂപത്തിൻ്റെ മുമ്പിൽ ഒന്ന് വണങ്ങി ധാരാളം പേര് സൗഖ്യം പ്രാപിച്ചു പോകുന്നുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ ഉണ്ണിമിശിഹായുടെ നൊവേന ഇവിടെ വളരെ പ്രശസ്തമാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കുന്നതിന് ധാരാളം പേര് ഇവിടെ വന്ന് നൊവേന കൂടാറുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടവകയ്ക്ക് 2100ഓളം കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ 56 കുടുംബ യൂണിറ്റുകളുണ്ട്, 6 ബ്ലോക്കുകളുണ്ട്. ഇവിടുത്തെ ഇടവക ഭരണത്തിന് 3 കൈക്കാരന്മാരാണുള്ളത്. ഇതുവരെ 3 കൈക്കാരന്മാർ പുരുഷന്മാരെയാണ് ഈ പള്ളിയുടെ ചരിത്രത്തിൽ എടുത്തിട്ടുള്ളത്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ പല സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യവും സ്ത്രീകളെ പല രീതിയിലും പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഇടവക കമ്മിറ്റിക്കാർക്ക് തോന്നി നമുക്ക് ഒരു സ്ത്രീ ആയിട്ടുള്ള കൈക്കാരൻ വേണമെന്ന്. അങ്ങനെയാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന സുജ, അതോടൊപ്പം തന്നെ ഒരു ലോക്കൽ ചാനലിലെ ന്യൂസ് റീഡറും കൂടെയാണ്. മാത്രമല്ല ഈ ഇടവകയുടെ ആത്മീയ നേതൃത്വത്തിൽ വളരെയധികം കാര്യങ്ങളിൽ വ്യാപൃതയായിരുന്നു. ഇപ്പോൾ കൈക്കാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. സുജയുടെ കൈക്കാര സ്ഥാനം പ്രത്യേകിച്ച് ഫൈനാൻസിൻ്റെ കാര്യങ്ങളാണ്. മനോഹരമായി ചെയ്യാൻ കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് ഇടവക കമ്മിറ്റിക്ക് അറിയാം. അതുകൊണ്ട് ആ സഹോദരിയെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇത്രയും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് വരുന്ന പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് വന്നു പോകുന്നത്. അപ്പോൾ കൈക്കാരത്തി എന്ന നിലയിൽ ഇതിനകത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സുജാനിൽ. പൂങ്കാവ് പള്ളിയിലെ കൈക്കാരൻ്റെ സ്ഥാനം എന്നത് വളരെയേറെ ഭാരിച്ച ഒരു ചുമതല തന്നെയാണ്. 2000-ന് മുകളിൽ കുടുംബാംഗങ്ങളുള്ള ഈ ഇടവകയിൽ വിശുദ്ധവാരത്തോടനുബന്ധിച്ച് പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും നാനാജാതി മതസ്ഥർ ഈ ഇടവകയിലേക്ക് ഒഴുകിയെത്തുന്ന ദിവസങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ വിശുദ്ധവാരത്തിൻ്റെ നോൻപ് തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ദേവാലയത്തിൽ തീർത്ഥാടകർ ഒത്തിരിയേറെ പേർ വന്നു പോകുന്നുണ്ട്. ഒത്തിരി പെസഹവയുടെ ദുഃഖവെള്ളിയും ഒത്തിരി തിരക്കുള്ള ദിവസങ്ങളിലായതിനാൽ ഒരു 600-ന് മുകളിൽ ശുശ്രൂഷകരെ പല വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ നിയന്ത്രണത്തോടുകൂടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇന്നതിൻ്റെ വിശുദ്ധവാര കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് തിരക്കുകളുടെ നാളുകളാണ്. വിശുദ്ധവാരത്തിൽ പെസഹ വ്യാഴാഴ്ചത്തെ ദീപക്കാഴ്ച മാത്രമല്ല, ദുഃഖ വെള്ളിയാഴ്ചത്തെ നഗരികാണിക്കലിൽ പങ്കെടുത്ത് ഒത്തിരിയേറെ അനുഗ്രഹം വാങ്ങിച്ചവരും ഒത്തിരിയേറെ ഉണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ഇവിടുത്തെ വികാരിയച്ഛൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് നഗരി കാണിക്കലിൽ കർത്താവിൻ്റെ പീഡാനുഭവ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രയാണത്തിൽ മാതാവിൻ്റെ അനുഗമനം കൂടെ കഴിഞ്ഞ വർഷം മുതലുണ്ടായിരുന്നു. അത് ഒത്തിരിയേറെ നമുക്ക് അതിൽ പങ്കെടുക്കുന്നവർക്ക് ഒത്തിരിയേറെ അനുഭവമുള്ളൊരു കാര്യമായിരുന്നു. ഇനി കൈക്കാരൻ എന്നുള്ളൊരു സ്ഥാനത്ത് ഇനിയിപ്പോൾ വന്നിരിക്കുന്നത് വിശുദ്ധവാരത്തിന് ശേഷം പുതിയ പാരിഷ് ഹാളിൻ്റെ വർക്കുകൾ തുടങ്ങുകയാണ്. അതിൻ്റെ ചുമതലകളുണ്ട്. പിന്നെ മെയ് മാസം മുതൽ ഉണ്ണീശോയുടെ പ്രയാണം തുടങ്ങുന്നു. അത് എല്ലാ വീടുകളിലും ഈ 2000-ന് മുകളിലുള്ള എല്ലാ കുടുംബങ്ങളിലും ഉണ്ണീശോയുടെ പ്രയാണമുണ്ട്. അതിൻ്റെ ചുമതലകൾ കൈക്കാരന്മാർക്ക് വരുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഈ ഇടവകയെ സംബന്ധിച്ച് ചെയ്തു തീർക്കുവാനുണ്ട്. എല്ലാം നല്ല രീതിയിൽ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കൈക്കാരൻ്റെ സ്ഥാനം ഞായറാഴ്ചയാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്നത്. തിങ്കളാഴ്ച രാവിലത്തെ ന്യൂസുകളിലെല്ലാം വാർത്ത വന്നപ്പോൾ ഞാൻ പേപ്പർ വന്നു വാർത്ത വായിച്ചു. പക്ഷേ രാവിലെ എന്നെ വീടിൻ്റെ വാതിക്കൽ കോളിംഗ് ബെല്ല് കേട്ടു. ഞാൻ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ അക്രൈസ്തവനായിട്ടുള്ള ഒരു ചേട്ടൻ പത്രത്തിലെ എൻ്റെ ഫോട്ടോയുമായി ആ പത്രവുമായി എൻ്റെ വീടിൻ്റെ വാതിക്കൽ വന്നിട്ട് നേരിട്ട് അഭിനന്ദനം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്.
മെമ്പറായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതറിയാം. ഇങ്ങനെ ഒരു സ്ഥാനത്ത് വന്നതിന് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും എന്ന് ഒരു സർക്കാർ ജോലിയിലുള്ള ഒരു ചേട്ടനാണ് ഈ വന്നിട്ട് എന്നോട് പറയുന്നത്. എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള ഒരു അനുഭവമായിരുന്നു അത്. ഇടവക ജനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടാണ്. എന്ത് കാര്യത്തിനാണെങ്കിലും എന്നോട് ഇങ്ങോട്ട് സാധാരണ നമുക്കൊരു സന്തോഷമുണ്ടായാൽ നമ്മൾ പറയുന്നത് നമ്മളോട് ചോദിക്കുന്നത് ചിലവ് ചെയ്യണമെന്നാണ്. ഇതിപ്പോൾ എന്നോട് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ ചിലവ് ചെയ്യാം വാ എന്നും പറഞ്ഞാൽ വിളിക്കുന്നത്. വെച്ചാൽ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് എല്ലാവർക്കും. ഭർത്താവും മോളും അമ്മച്ചിയും എല്ലാം സപ്പോർട്ടാണ്. എൻ്റെ വീട്ടിൽ ഭർത്താവും മോളും എൻ്റെ അമ്മച്ചിയുമാണുള്ളത്. എൻ്റെ ഭർത്താവ് കേബിൾ ടി വിയുടെ ഫ്രാഞ്ചൈസി നടത്തുവാണ്. കേബിൾ ടി വിയും ഇൻ്റർനെറ്റിൻ്റെയുമായിട്ടുള്ള ഫ്രാഞ്ചൈസി നടത്തുവാണ്. എൻ്റെ മകൾ BSc നഴ്സിംഗ് KVM കോളേജിൽ BSc നഴ്സിംഗ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. മാനാരിക്കുളം പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ വളരെയധികം കാര്യങ്ങളും മുൻവിധിയോടുകൂടി തന്നെ കണ്ട് പ്ലാനിങ് നടത്തിയ ആളാണ്. അത് ഇത്രയും വലിയ ഇടവകയിൽ കൈക്കാരിയായി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ചെയ്യാനുള്ള സ്വപ്നങ്ങളാണ് മനസ്സിലുള്ളത്, പറയാമോ? പൂങ്കാവ് ഇടവകയിലെ കൈക്കാരൻ എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ എനിക്ക് വെറുതെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു. ഇപ്പോൾ ഒരു ബസ്സിലാണെങ്കിൽ പോലും യാത്ര ചെയ്യുന്ന സമയത്ത് ജപമാല ചൊല്ലി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല, മറ്റുള്ളവർ ഓരോരുത്തരെയും ഓരോ കൊന്തയും ചൊല്ലി സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ആ ഒരു കാലയളവിലാണെങ്കിൽ പോലും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരിയേറെ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു കൈക്കാരൻ്റെ സ്ഥാനമാണെങ്കിലും വനിത എന്നുള്ള ആ ഒരു ഇതിൽ എനിക്ക് കിട്ടിയപ്പോൾ ഇനി വനിതകൾക്ക് വേണ്ടിയിട്ടും കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനുണ്ട്. ഇപ്പോൾ നിലവിൽ KLCയുടെ സെക്രട്ടറി ആയിട്ടാണ് ഞാനിവിടെ ഇടവകയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥാനവും കൂടെയായി. KLCയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും വിധവ കൂട്ടായ്മകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മയിൽ കുടുംബങ്ങളിലുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം വരുന്നവർ ഞങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ അവർക്കും ഒരു മനസ്സിലൊരു സന്തോഷത്തോടു കൂടിയാണ് തിരികെ പോകുന്നത്. ഇനിയും വൃദ്ധജനങ്ങൾക്ക് വേണ്ടി മുമ്പ് പകൽ വീടെന്ന് പറയുന്നൊരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു പള്ളിയുടെ. അവിടെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പ് പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ആ ഒരു കാലയളവിലിടക്ക് കുറച്ചൊക്കെ മീറ്റിങ്ങുകൾ നടത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ എൻ്റെ മെമ്പർ സ്ഥാനം കഴിഞ്ഞു. ഇപ്പോൾ ആ പകൽ വീട് സബ് സെൻ്ററായിട്ട് വർക്ക് ചെയ്യുവാണ്. പക്ഷേ എങ്കിൽ പോലും വൃദ്ധജനങ്ങളുമായിട്ട് അവർക്ക് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങൾ, അവർക്കൊരു വൃദ്ധജന സംഗമം നടത്തി അവർക്ക് സന്തോഷം കിട്ടുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണം. ഇടവകയുടെ വിജയത്തിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. മുൻപ് നമ്മുടെ പൂങ്കാവ് ഇടവകയോടൊപ്പം ഉണ്ടായിരുന്ന പാതിരപ്പള്ളി പള്ളി ഒരു ഇടവകയായി മാറി. ഇപ്പോൾ നിലവിൽ പൂങ്കാവിൽ കാരിക്കുഴി നമ്മുടെ ചെറിയൊരു ചാപ്പലായിട്ട് കാരിക്കുഴി ഉണ്ട്. കാരിക്കുഴി ദേവാലയം പോലെ ചെറിയ ചെറിയ സ്റ്റേഷനുകൾ, നമ്മുടെ പള്ളിയുടെ ചെറിയ ചാപ്പലുകൾ, കാരിക്കുഴി പോലെയുള്ള ചാപ്പലുകൾ വരുവാണെങ്കിൽ ഒത്തിരിയേറെ പേർക്ക് പ്രാർത്ഥനാപരമായ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിനും അച്ഛന്മാരുടെ ഇടപെടലുകൾ ഓരോ ഭവനത്തിലും കൂടുതലായി ഉണ്ടാകുന്നതിനും, അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടവകയിൽ കുറച്ച് ഇടവക വലുതായതുകൊണ്ട് തന്നെ പള്ളിയോട് ഒത്തിരി ദൂരെ മാറി ഇടവക അംഗങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറി താമസിക്കുന്നവർക്ക് കൂടെ ഈ ചെറിയ ചെറിയ കപ്പോളകൾ അല്ലെങ്കിൽ ചാപ്പലുകൾ അങ്ങനെയുള്ള രീതിയിൽ വരുവാണെങ്കിൽ അത് ഒത്തിരിയേറെ ഉപകാരപ്രദമായേനെ എന്നൊരാഗ്രഹമുണ്ട്. സുജയുടെ ഈ കൈക്കാരി സ്ഥാനത്തേക്കുള്ള കയറ്റം കേരളത്തിലെ വിവിധ രൂപതകൾക്കും വിവിധ ഇടവകകൾക്കും അവിടെയുള്ള വനിതകൾക്ക് ഇത് അവരെ തിരഞ്ഞെടുക്കാനായിട്ട് അധികാരികൾക്ക് പ്രേരകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ അനുഭവങ്ങൾ ഞങ്ങൾക്കേറെ പ്രചോദനം നൽകുന്നതായിരുന്നു. ഞങ്ങൾ ഇത്രയും നേരം സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. ഈശോ